വയനാട് നൂൽപ്പുഴ കണ്ണങ്കോട് ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ കാട്ടാനകളെ തുരത്തി. വനംവകുപ്പ് RRT സംഘം കുങ്കിയാനകളെ ഉപയോഗിച്ചാണ് ആനകളെ തുരത്തിയത്. സുർജിത് അയ്യപ്പത്ത് ഞങ്ങളുടെ പ്രതിനിധി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്. നൂൽപ്പുഴ കല്ലൂർ റോഡിലെ കണ്ണങ്കോടാണ് ആന ഇറങ്ങിയത്. ഇന്നലെ 3 ആനകൾ, ഒരു കുട്ടിയാനയടക്കം 3 ആനകളാണ് ഈ പ്രദേശത്തേക്ക് ഇറങ്ങിയത്. ഇത് ജനവാസ മേഖലയാണ്, വയലോരമാണ്, ഇല്ലിക്കാടുകളുണ്ട്. ഈ ഇല്ലിക്കാടുകൾക്ക് സമീപമാണ് ആനകൾ ഉണ്ടായിരുന്നത്. കാണുന്ന ദൃശ്യത്തിൽ കാണുന്ന ആ പ്രദേശത്താണ് ഇങ്ങനെ ആനകൾ ഉണ്ടായിരുന്നത്. ഇതേ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിവരമറിയിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയ ശേഷം ആനയെ ഇവിടെ നിന്നും ഇപ്പോൾ സുരക്ഷിതമായ രീതിയിൽ തന്നെ കാട്ടിലേക്ക് ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഈ കുങ്കിയാനകളെ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു ദൗത്യമാണ് വനംവകുപ്പ് ഇവിടെ നടപ്പാക്കിയത്. എന്തായാലും ആനയെ ഇപ്പോൾ കൃത്യമായ രീതിയിൽ തന്നെ ഇവിടെ നിന്നും കയറ്റി അയക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എപ്പോഴാണ് ഈ ആന ഇറങ്ങിയത്? എന്താണ് ഇതിൻ്റെ ഒരു അവസ്ഥ ഉണ്ടായത്? ഇന്ന് രാവിലെ വെളുപ്പിന് ഒരു 7 മണി സമയത്താണ് ആന ഇറങ്ങിയത്. കൃഷിസ്ഥലത്ത് നിന്ന് ആന ഇറങ്ങി ഒരു വയലിൻ്റെ വയലോരങ്ങളിൽ പിടിപ്പിച്ചിട്ടുള്ള ഇല്ലിക്കുണ്ടയിലേക്കാണ് അവർ കയറിയത്. ഫോറസ്റ്റുകാർ വിവരം അറിയിച്ചു. ഫോറസ്റ്റുകാർ പെട്ടെന്ന് വന്നു. പോലീസിൻ്റെ സഹായത്തോടു കൂടി അവരും കൂടിയിട്ടാണ്, ജനങ്ങളുടെ സഹായത്തോടു കൂടിയിട്ടാണ് ഈ ആനേനെ തുരത്താൻ വേണ്ടി കഴിഞ്ഞത്. പക്ഷെ ഞങ്ങൾ പോലീസിനെ സഹായിക്കുന്നതിന് വേണ്ടി ഇവിടെ ആളുകൾ കൂടി പോലീസ് ആ ഒരു നിലപാടല്ല ഞങ്ങളോട് സ്വീകരിച്ചത്. ഞങ്ങൾ എന്തോ ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തോ വിഘാതമായിട്ട് നിൽക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ നൂൽപ്പുഴ CI നമ്മളോട് പറഞ്ഞത്. ഞങ്ങളോട് അയാൾ പറഞ്ഞു, അയാൾ പുലി വിളിച്ച നാട്ടിൽ നിന്നാണ് വന്നത്, കാളികാവ് നിന്നാണ് ഞാൻ വരുന്നത്, ഞങ്ങളെ പഠിപ്പിക്കാൻ നിൽക്കേണ്ട എന്നുള്ള രൂപത്തിലുള്ള സംസാരമൊക്കെ ഉണ്ടായി. ഇവിടെ ഉണ്ട്. ഇവിടെ ഈ തൊട്ട് മേലെ ഫോറസ്റ്റാണ്. ഇപ്പോൾ അവിടെ തന്നെ ആ സാധനം നിൽക്കുന്നുണ്ട്. നേരം സന്ധ്യ കഴിഞ്ഞപ്പോൾ ഇനി ഇറങ്ങുമ്പോൾ ഇതിങ്ങനെ തുടർച്ചയായിട്ട് വന്ന് എൻ്റെയൊക്കെ പറമ്പിലുള്ളത് അടയ്ക്കാവരം തെങ്ങും കാര്യങ്ങളെല്ലാം നശിപ്പിച്ചേക്കണമാണ്. ആളുകൾക്ക് ആശങ്ക ഉണ്ടോ? തീർച്ചയായിട്ടും. കാരണം നമ്മൾ നിരന്തരമായിട്ടത് ഉദ്യോഗസ്ഥരോട് പറയുന്ന കാര്യമാണ്. നെല്ല് വിളഞ്ഞൊരു സമയമാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇവിടെ ഈ ഭാഗം നെല്ല് കൊയ്ത് പോയ അവസ്ഥയാണ്. അങ്ങോട്ടേക്കൊക്കെ നെല്ല് ഇനി കൊയ്യാനുണ്ട്. അപ്പോൾ ഈ ആന കൂട്ടമായി വന്നിട്ട് ഇതെല്ലാം ചവിട്ടി നശിപ്പിക്കുന്നു. കർഷകർക്ക് ഒരു രക്ഷയില്ല. എന്തായാലും ഇതാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. ആനയെ ഇവിടെ നിന്നും, അതായത് ഈ വയൽ മേഖലയിൽ നിന്ന് തൊട്ടപ്പുറത്ത് റോഡ് മുറിച്ച് അത് നേരെ വനമേഖലയാണ്. ആ വനമേഖലയിലേക്കാണ് ഇപ്പോൾ മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇനി ഒരു പക്ഷേ ഇത് രാത്രിയിൽ വീണ്ടും എത്തുമോ എന്നുള്ള ആശങ്കയെല്ലാം തന്നെ ജനങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ആളുകളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആശങ്കയുണ്ട്. പ്രധാനപ്പെട്ട ഒരു ഇടം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ തൊട്ടപ്പുറത്ത് ജംഗ്ഷനാണ്. എന്തായാലും ഇങ്ങനെ കാട്ടാനകൾ ഇറങ്ങുന്നത് വലിയ രീതിയിൽ ആശങ്ക പരത്തുന്നുണ്ട്. പക്ഷേ വനംവകുപ്പിൻ്റെയും നാട്ടുകാരുടെയും എല്ലാം തന്നെ സഹകരണത്തോടു കൂടി തന്നെ ഈ ആനയെ കൃത്യമായ രീതിയിൽ തന്നെ കാട്ടിലേക്ക് തുരത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.